നമ്മുടെ കൊച്ചി തേവരയിൽ 2 വയസ്സുള്ള കുഞ്ഞിന് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നീനു റോണി ദമ്പതികളുടെ മകളായ ഐറയ്ക്കാണ് പരിക്കേറ്റത്. കടയിൽ വെച്ച് ഈ കുഞ്ഞിനെ നിലത്തിറക്കി നിർത്തിയപ്പോഴായിരുന്നു തെരുവുനായയുടെ ആക്രമണമെന്നാണ് കുഞ്ഞിന്റെ അമ്മ നീനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. ആ സൈഡിൽ എപ്പോഴും പട്ടികളുണ്ടാവും, 3 എണ്ണം മിനിമം ഉണ്ടാവും. എന്നിട്ട് ഇത് കൊച്ചിവിടെ നിൽക്കണുണ്ട്, പട്ടി ഒന്നുമില്ല, പതുക്കെ നടന്നിങ്ങടെ അടുത്തോട്ട് വന്നിട്ട് ഉടുപ്പി കയറി ഒറ്റ കടിയായിരുന്നു. ചെസ്റ്റിന്റെ പോർഷനിലോട്ട് ഒറ്റ കടിയായിരുന്നു കടിച്ച് വലിക്കണേ, ഡ്രസ്സിൽ പിടിച്ച് വലിക്കണായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വലിച്ചു പറിച്ച് കൊച്ചിൻ്റെ അടുത്ത്. അപ്പം ഞാനത് ഡ്രസ്സിലായതുകൊണ്ട് കൊച്ചിൻ്റെ സ്കിന്നിലോട്ട് ആയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ അകത്തേറി തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. കൊച്ചി നല്ലതായിട്ട് പേടിച്ചു. എപ്പോഴും അവിടെ പട്ടികളായിരിക്കും, നിറച്ചും പട്ടികളായിരിക്കും. ഇപ്പം തന്നെ വാക്സിൻ എടുത്തിട്ട് ആ മുറിവിൽ കൂടി നെഞ്ചിൽ കൂടി ഇഞ്ചക്ഷൻ കുത്തി കയറ്റിയിട്ടാണ് ഇപ്പം എടുത്തത്. 2 വയസ്സുള്ള എൻ്റെ മോക്ക് അതെനിക്ക് കാലിലിപ്പോൾ വാക്സിൻ എടുത്ത് ഇനി 7 ദിവസം വന്നിട്ട് ഇതുപോലെ വാക്സിൻ എടുക്കണം. ഈ 2 വയസ്സുള്ള കൊച്ചി എന്തറിഞ്ഞിട്ടാ. സഹിൻ ആന്റണി ഉണ്ട് നമുക്കൊപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞാണ്, 2 വയസ്സുള്ള കുഞ്ഞു മോളാണ്. അതിൻ്റെ മേത്ത് ഈ നെഞ്ചിലൊക്കെ നായ കടിച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്ക് എനിക്കൊക്കെ ഇപ്പോഴും നായനെ ഭയങ്കര പേടിയാണ്. ഇത് ഭയങ്കര അക്രമകാരി, നമുക്ക് പറയാൻ പറ്റില്ല ഈ ഏത് സമയത്താണ് അത് വന്ന് കടിച്ചിട്ട് പോകുന്നത്. ഇതിപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് സഹിൻ? സേതു, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് കാര്യമായി പരിക്കേൽക്കാതിരുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ കുഞ്ഞും അമ്മയും കൂടി കടയിൽ പോയതായിരുന്നു. കടയിലെത്തിയപ്പോൾ കുഞ്ഞിനെ അമ്മ നിലത്ത് നിർത്തി കടയുടെ ഷട്ടർ തുറക്കാൻ വേണ്ടി, ഇവർക്ക് സ്വന്തമായൊരു ചെറിയ ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ ഷട്ടർ തുറക്കാൻ വേണ്ടിയാണ് കുട്ടിയെ നിലത്തേക്ക് നിർത്തിയത്. ഈ സമയത്ത് അതുവഴി പോയ അല്ലെങ്കിൽ ആ ഭാഗത്ത് തെരുവ് നായ്ക്കൾ ഏറെ ഉള്ളൊരു ഭാഗമാണ് കൊച്ചി തേവര ഭാഗത്ത്. ഈ തേവരയിൽ ആ വഴി പോയ ഒരു നായ കുട്ടിയുടെ അടുത്തെത്തുകയും കുട്ടിയെ കടിച്ച് വലിച്ചു കീറാൻ ശ്രമിക്കുകയുമായിരുന്നു. കുട്ടിയുടെ ഉടുപ്പ് പൂർണ്ണമായിട്ടും വലിച്ചു കീറി. ആ സമയത്ത് തന്നെയാണ് കുട്ടിയുടെ നെഞ്ചിന് മുറിവേറ്റത്. എന്തായാലും ആഴത്തിലുള്ള മുറിവല്ലായിരുന്നു, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം കുട്ടിയാണ്, 2 വയസ്സാണ് ഐറക്കുള്ളത്. ആ 2 വയസ്സുള്ള കുട്ടിയാണ് തെരുവുനായ കാര്യമായി കടിച്ച് പരിക്കേൽപ്പിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച് കൊച്ചിന് ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും നാളുകളായി കൊച്ചി നഗരസഭയുടെ കീഴിൽ അല്ലെങ്കിൽ എറണാകുളത്താകമാനം തെരുവുനായ ശല്യം കാര്യമായി തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരിടയ്ക്ക് നമ്മൾക്കറിയാമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി മനുഷ്യർക്കുണ്ടായിരുന്നു. തെരുവുനായ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുന്നു, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷം ശാന്തമായ ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വീണ്ടും ആ ഒരു ഭയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. രാത്രിയെല്ലാം സേതു പറയുന്നത് പോലെ തന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, കാരണം തെരുവുകൾ മുഴുവൻ നായ്ക്കൾ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ അല്ല സാർ, നമുക്ക് ഈ വണ്ടിയിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്നേ. ഈ പുറകെ നായ ഓടി വന്നിട്ട് വണ്ടിയിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കയറി കടിക്കോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടിയാണ്. ഈ പറഞ്ഞ പോലെ നഗരസഭയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ നൽകുന്ന വിവരം എന്താണ്? നഗരസഭ അധികൃതർ എന്താ പറയുന്നത്? സേതു, ഈ പറയുന്ന ആളുകൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. ഇവർക്കിത് കാണാമല്ലോ. ഇവരുടെ വാഹനത്തിന് പുറകെ ഈ നായ്ക്കൾ ഓടുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മളുടെ വാഹനത്തിന് പുറകെ മാത്രമല്ല, കൊച്ചി മേയർ അടക്കം അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ പല നഗരസഭകളുടെ അധികൃതരടക്കം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ തെരുവ് നായ്ക്കൾ ഓടുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഓട്ടം, ആ വാഹനം, ഇവരൊക്കെ AC കാറിൽ, ചില്ലിട്ട കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നായ്ക്കൾ എത്ര ഓടിയാലും നായ്ക്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ നായ അങ്ങനെ കുരച്ചിട്ട് പോയേക്കും, ഈ കുരക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. എന്തായാലും കാര്യമായ നടപടികളൊന്നും തന്നെ ഇവരാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ പുറകെ വരുമ്പോഴും ഈ ജനം കടിയേൽക്കേണ്ടി വരുന്നത്. ഈ 2 വയസ്സുള്ള കുട്ടി, സേതുവിനറിയാലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതേ പ്രായം തന്നെയാണുള്ളത്. നമ്മൾക്കിത് ഈ ദൃശ്യങ്ങൾ കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ കുഞ്ഞിൻ്റെ നെഞ്ചിനാണ് കടിയേറ്റത്. ഒരു ആഴത്തിലുള്ള മുറിവായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ എന്തൊരു ദുഃഖം ഉണ്ടാക്കുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് തന്നെയാണ് സേതു. അതായത് തെരുവ് നിറയെ നായ കീഴടക്കിയിട്ടും ആളുകളോ അധികൃതരോ കൃത്യമായ നടപടികൾ ഇതിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിനിടയിൽ തെരുവ് നായ്ക്കളെ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനെതിരെ നായപ്രേമികളും എത്താറുണ്ട്. എന്തായാലും ഈ മനുഷ്യരെ നായ കടിച്ചു കീറുന്നതും കടിച്ചു കൊല്ലുന്നതും ഭൂഷണമല്ല, അല്ലെങ്കിൽ ശരിയായ ഒരു രീതിയല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് സേതു.
ശരി ശരി സഹീൻ, നമ്മൾ ഈ പറയുമ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു നായ സ്നേഹം അല്ലെങ്കിൽ നായോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ അവരെ ഒരു സാമൂഹ്യ ജീവിയെ പരിഗണിക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല. പക്ഷേ ഇത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പിഞ്ചു കുഞ്ഞ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ ആഴവും ഒക്കെ എത്രത്തോളം ആണെന്ന് മനസ്സിലാവുള്ളൂ. മൃഗസ്നേഹികളോടുമായിട്ട് കൂടി പറയുകയാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും. ഇതൊരിക്കലും ഒരു നായയ്ക്ക് അല്ലെങ്കിൽ നായോടുള്ള ഒരു വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയുന്നതല്ല. ഇവരെ എല്ലാം സേഫായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാകണം. നഗരസഭയാണെങ്കിലും നായപ്രേമികളാണെങ്കിലും ഒക്കെ അതിന് തയ്യാറാവണമെന്ന് മാത്രമാണ് പറയുന്നത്. സഹിൻ ആന്റണി വിവരങ്ങൾ നൽകിയത്. പറഞ്ഞ പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ട സംഭവം പോലും നമ്മുടെ കൺമുന്നിൽ ഉള്ളതാണ് ഈ തെരുവുനായ ആക്രമണത്തെയൊക്കെ തുടർന്ന്.